20 കൊല്ലം മുമ്പ് ഇന്റർനെറ്റ് എത്ര ആൾക്കാരാണ് ഇന്ന് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്തിരുന്നത്? ഇപ്പൊ 5G വന്നത് നമ്മൾ 5Dയിലേക്ക് കടക്കുന്നതോട് ഒപ്പമാണ്. 5D എന്ന് പറയുന്നത് 5th ഡയമെൻഷൻ. നമ്മുടെ ഈ കേരളത്തിലെ ഈ സ്ഥിരത ഇല്ലാത്തവർക്കും, ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്തവർക്കും, സൈക്കോപാത്തുകൾക്കും, സ്യൂഡോ സയന്റിസ്റ്റുകൾക്കും, കപട ചികിത്സകർക്കും, ഈ മനുഷ്യദൈവങ്ങൾക്കും, ഗുരുജിമാർക്കും ഒക്കെ എന്താണ് ഇത്ര വലിയ ഇമ്പോർട്ടൻസ് ഈ മീഡിയ, ഓൺലൈൻ മീഡിയ ആയിട്ടും അല്ലാത്ത ചാനലുകളായിട്ട് കൊടുക്കുന്നത്? അതിനെന്തായിരിക്കും കാരണം? ആളുകൾക്ക് ഇപ്പോൾ റോക്കറ്റ് സയൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെയാണ് റോക്കറ്റ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്റർനെറ്റ് എവിടെ നിന്നാണ് വരുന്നത്, FM വേവ്സ് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ ഉണ്ടാകുന്നു, അതിന് മുമ്പ് അത് എന്തായിരുന്നു, അതെങ്ങനെയാണ് വന്നത്, അതിൻ്റെ പിന്നിൽ അതിൻ്റെ ഒരു ഇവല്യൂഷൻ എങ്ങനെയാണ് സംഭവിച്ചത് എന്നറിയുന്നതിനേക്കാളും എളുപ്പം, അല്ലെങ്കിൽ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് മനസ്സിലാകുന്നത് ഇതേപോലെ കുറേ വിഡ്ഢികളിരുന്ന് വിഡ്ഢിത്തരം പറയുന്നതാണ്. അവരത് അംഗീകരിക്കുന്നു. ലെന ഇരുന്ന് പറയുന്നത് ഒന്നാന്തര വിഡ്ഢിത്തരവും അസംബന്ധവുമാണ്. പക്ഷേ അതിനെയൊക്കെ ക്യാപ്ചർ ചെയ്യാനും അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഒരു സയന്റിസ്റ്റ് ഇരുന്ന് അയാൾ ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കിടയിൽ തന്നെ ഒരുപാട് ഇന്നോവേഷൻസ് എന്നുള്ള രീതിയിൽ ചെയ്യുന്ന കൊച്ചു കൊച്ചു ശാസ്ത്രജ്ഞന്മാരും കഴിവുള്ള ആൾക്കാരും അങ്ങനത്തെ പല ആൾക്കാരുണ്ട്. അവരൊന്നും പറയുന്ന ആർക്കും കേൾക്കണ്ട, ആർക്കും അത് അറിയാൻ വേണ്ട, ഒരു മീഡിയയ്ക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണ്ട. കാരണം അത് സയൻസ് ആണ്, അത് കോംപ്ലിക്കേറ്റഡ് ആണ്, ഇത് ഈസിയാണ്. പറഞ്ഞാൽ കേട്ടില്ലേ, ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ 5th ഡയമെൻഷനാണ്. ഇതൊക്കെ കേട്ടോണ്ട് ഒരുത്തൻ അവിടെ കിളിവാറിയിരിപ്പുണ്ട്. അവനെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. കിളിവാറിയിരിക്കുന്നില്ല, അവൻ്റെ ഗതികേടിനെ പറ്റി അവൻ ആലോചിക്കുമായിരിക്കും. ഇതിരുന്ന് കേൾക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ. ISRO പ്ലാൻ ചെയ്യുന്ന ഗഗൻയാൻ എന്ന് പറയുന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആരെയാണ് പുള്ളിക്കാരി ഈ ലെന കല്യാണം കഴിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അയാളുടെ ഒരു ഗതികേട്. ഈ ബഹിരാകാശത്തേക്ക് യാത്ര പോകണമെങ്കിൽ പുള്ളി ആദ്യം കയറി പോകുമായിരിക്കും ഇങ്ങനെയാണെങ്കിൽ, ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട്. അതേപോലത്തെ അവസ്ഥയാണിത്. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താ പറയുക, കുറേ ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കപ്പെടുവാണ്. എവിടെയെങ്കിലും 5th ഡയമെൻഷൻ ഇന്റർനെറ്റ് ആണെന്ന് പറയുന്നു. അപ്പോൾ ആൾക്കാർ 5th ഡയമെൻഷൻ എന്നൊക്കെ വെറുതെ ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ആൻസർ വേറെ ആയിരിക്കും. അവർക്ക് അതൊരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം അത് ഫിസിക്സിൻ്റെ ടൈംസിലൊക്കെ വരുമ്പോഴത്തേക്കും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, വലിയ സംഭവമാണ്, കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ലെന പറയുന്നതാണ് 5th ഡയമെൻഷൻ, ഇന്റർനെറ്റ് 5th ഡയമെൻഷൻ ആണ്. പിന്നെ വേറെ കേസ് ഇട്ടുണ്ട്, അത് ലൈഫിൽ നിന്നാണ്. ഓംനി പ്രസന്റ്, എല്ലായിടത്തും ലൈഫേ ഉള്ളൂ, എന്തിലും ലൈഫേ ഉള്ളൂ. തൂണിലും തുരുമ്പിലും ലൈഫുണ്ട് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഇലക്ട്രോൺ. ഇത് ചെറിയൊരു സ്ഥലത്ത് നിന്ന് ഒരു കിണറ്റിൽ കിടന്നുണ്ട്, അവിടെയുള്ള ആൾക്കാരുടെ അവരുടെ ലോക്കൽ സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് ലോകത്ത് അവർക്ക് അറിയത്തില്ലാത്ത കാര്യത്തിനെ അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിന് സയൻസിന്റെ ടേംസ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം സയൻസ് പ്രൂവൺ ആണ്. അതിനെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങ് വെറുതെ അങ്ങ് പറഞ്ഞു പിടിപ്പിക്കുക. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ജങ്ക് ഫുഡ് പോലെയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറേ കാലം എടുക്കും. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ദൈവത്തിലേക്ക്, സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ പോകുന്നത്. ആര് പോകും? ലെന പോകുമായിരിക്കും. ലെന ഓൾറെഡി അവിടെ ഇരിക്കുന്നത്. കാരണം അത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടല്ലോ. ഇങ്ങനെ വളവള പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും പോയി പാറപ്പുറത്ത് പോയി കുത്തിയിരിക്കുക, അത് തന്നെ. വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യുന്നു. വേറെ സാധനമുണ്ട്. ഞാൻ എൻ്റെ ശരീരമല്ല, ഞാനാണ് ഈ ശരീരം എൻ്റെ ആണെന്ന് അവകാശപ്പെടുന്നത്. ഞാൻ ജീവനാകുന്നു. ജീവൻ എന്താണ്? അപ്പൊ നമ്മൾ ജീവനാണ് ഗോഡ് എന്ന് ഇത് കിളി തന്നെ. ഇത് കിളി. ഇവർ ശരീരത്തിൽ എന്ത് അവയവം ഉപയോഗിച്ചാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. തലച്ചോറ് എന്തായാലും ഉപയോഗിക്കുന്നില്ല, അതിന് യൂസ് ഇല്ല, അത് വേസ്റ്റ് ആയിപ്പോയി. അതിനൊരു ഉപകാരം ഇല്ലാത്ത പോലെ ഇരിക്കുക. ഏതാ പുസ്തകത്തിലെ കഥയാണ് പറയുന്നത്, ഏതാ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. നിങ്ങളുടെ ആരുടെയും പേര് രേഖപ്പെടുത്തിയല്ല ആരും ജനിച്ചു വരുന്നത്. ഉദാഹരണമാണേ, ഭയങ്കരം അത്. എല്ലായിടത്തും ജീവനുണ്ട്, തൂണിലും തുരമ്പിലും അവിടെയും ഇവിടെയും എല്ലായിടത്തും ഉണ്ട്. എന്താ ജീവനാണ്? ഇലക്ട്രോൺ ജീവനാണ്. ആറ്റം പിന്നെ ജീവനല്ലേ? സയൻസ് ക്ലാസ് സ്കിപ്പ് ചെയ്തെന്ന് തോന്നുന്നു. അത് സ്കിപ്പ് ചെയ്തവർക്കും ഇത് ഇഷ്ടമാകും കേട്ടോ. ഭൂരിഭാഗം ആൾക്കാർക്ക് അതാണ് ഇഷ്ടം. കാരണം സയൻസ് മറ്റേ പുസ്തകത്തിൽ വെച്ചിരിക്കുന്ന കഥ പോലെയോ, കുറേ ഇതേപോലത്തെ കുറേ പെരട്ട ആൾക്കാർക്ക് പറയുന്ന ഒരു തിയറി പോലെയോ, കോൺസ്പിറൻസി തിയറിയോ, അങ്ങനെയൊക്കെ ഇതിന് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും അതേപോലത്തെ സാധനം അല്ലല്ലോ. ആറ്റം ജീവനാണ്, ഇലക്ട്രോൺ ജീവനാണ്, എനർജി ഉണ്ട്, ആറ്റത്തിന് എനർജി ഉണ്ട്. അത് തൂണിൽ തുരുമ്പുരും എല്ലായിടത്തും ഉണ്ട്. മനുഷ്യ ശരീരത്തിൽ ആറ്റമുണ്ട്, എല്ലായിടത്തും ആറ്റമുണ്ട്. ശരിയാണ്, എല്ലായിടത്തും ആറ്റമുണ്ട്. പക്ഷെ ആറ്റത്തിന് ജീവനില്ല. നിങ്ങൾക്ക് അറിയാമോ? ആറ്റത്തിനുള്ള എനർജി എന്ന് പറയുന്നത് സം കൈൻഡ് ഓഫ് കൈനറ്റിക് എനർജി. ഇലക്ട്രോൺ മാത്രമല്ല, പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഉണ്ട്. 3 സാധനമുണ്ട് കേട്ടോ. പറയുമ്പോൾ മൊത്തം കൂടെ പറ. കാരണം അവർ ഇലക്ട്രോണെ പറഞ്ഞ് നിർത്തുവാണ്. ആറ്റത്തെക്കുറിച്ച് എന്താണെങ്കിൽ നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് അറിയത്തില്ല. അതറിയത്തില്ലാത്തതുകൊണ്ട് ഈ വിഡ്ഢികളായിട്ടുള്ള ഓരോ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്തങ്ങ് പ്രയോഗിക്കുക. അത് ഈ മതനേതാക്കളും ഈ സ്പിരിച്വാലിറ്റി പറയുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് ലെനയുടെ വക ഉണ്ടാകുന്നേ ഉള്ളൂ. ലെനയ്ക്ക് പിന്നെ വേറെ ഞാൻ പറയുന്നില്ല, വേറെ പണിയൊന്നുമില്ല. എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത്. കുറേ ആൾക്കാർ അവർ പറയുന്നതിന് കാര്യമുണ്ട്. എന്ത് കാര്യം? അതിനകത്ത് എന്ത് കാര്യം?
നിങ്ങളതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ശരിയാണെന്ന് പറയുന്നവനോ എനിക്കോ ഇത് അറിയത്തില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇൻ്റർനെറ്റ് ഫിഫ്ത്ത് ഡയമെൻഷനാണ്. ആറ്റത്തിന് ജീവനുണ്ട്. ആ ജീവനിൽ നിന്നാണ് ജീവനുണ്ടാകുന്നത്. ജീവനിൽ നിന്ന് ജീവനുണ്ടാകുന്നു. ജീവനുള്ളതുകൊണ്ടാണ് പേര്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് പേരിട്ടുകൊണ്ടാണ് നിങ്ങളായത്. നിങ്ങളുടെ പേര് വെച്ചിട്ടല്ലോ വന്നേ. അപ്പം ഞാൻ എന്ന് പറയുന്നത് ജീവനാണ് എന്നൊക്കെയാണ്. ഞാൻ എന്ന് പറയുന്നത് ജീവനല്ലല്ലോ. ഞാൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ നമുക്കുണ്ടാക്കുന്ന ഒരു തോന്നലാണ്. ബ്രെയിൻ ഡെഡായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രെയിൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഞാനല്ല, നമ്മൾ പക്ഷെ ജീവിച്ചിരിക്കും. ഇവരെയൊക്കെ എന്തോ പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് ആർക്ക് പറയാൻ പറ്റും? അല്ല, ഇവർക്കൊക്കെ എന്തിനാണ് ഇത്ര വലിയ പ്രാധാന്യം? ഇവരെയൊക്കെ എന്തിനാണ് ഇങ്ങനെ എടുത്ത് കുറേ അടുത്തുണ്ടെങ്കിൽ പ്രദർശിപ്പിക്കുന്നത്? കുറേ ആൾക്കാർ ഇവരുടെ ഇൻ്റർവ്യൂ എടുത്ത് ഈ പറയുന്ന വിഡിതനങ്ങളൊക്കെ എടുത്ത് ഒന്നാതെ ഒരു ഗതിയും പരഗതിയില്ലാതിരിക്കുന്ന ആൾക്കാരാണ്. അവിടെ ക്ഷേത്രം, അമ്പലം, ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. ഉള്ള ബുദ്ധി നശിച്ചുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് അതൊന്നും പോരാഞ്ഞിട്ട് രാഷ്ട്രീയക്കാരായിട്ട് കുറേ നശിപ്പിക്കുന്നുണ്ട്. അതൊന്നും പോരാഞ്ഞിട്ട് ഇതേപോലത്തെ കുറേ ഊച്ചാളികളും കൊണ്ട് ഇറങ്ങി ഇങ്ങനെ പറയുക. ജീവൻ്റെ ഉദാഹരണമാണ് പറയുന്നത് കേട്ടോണം. ഇതിനകത്ത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. FM വെച്ച് ട്യൂൺ ചെയ്താൽ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്നത്. കാരണം FM ജീവനാണ്. FM റേഡിയോ ഉണ്ടാകുന്നതിന് ഇവിടെ ജീവനില്ലായിരുന്നു എയറിൽ. ആറ്റം ഇന്നതാണ്, ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇലക്ട്രോൺ ഉണ്ട്, അത് ഇന്നതാണ് സാധനം എന്ന് ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ പണ്ട് കാലത്ത് ഒരാൾ കണ്ടെത്തി, ഒരാളതിന് തുടക്കം വിട്ടു, മറ്റൊരാളതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് മറ്റൊരാളതിന് ഡെഫിനിഷൻ കൊടുത്ത് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇത് ലെനയ്ക്കും അറിയാവുന്നത്, ലോകത്തിനും അറിയാവുന്നത്. അത് വെച്ച് മറ്റുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇരുന്നങ്ങ് തള്ളുകയാണ്. തള്ളല്ല ഇത് അവർക്ക് ശരിയാണെന്ന് തോന്നുന്നൊരു കാര്യമാണ്. പക്ഷെ അതൊരു വിഡ്ഢിത്തരമാണ്. ഇവരുടെ കെട്ടിയവൻ ശാസ്ത്രജ്ഞനോട് പറഞ്ഞാൽ പോരെ, ഇതെന്തിനാണ് നാട്ടുകാരോട് പറയുന്നത്? അയാൾ ചിലപ്പോൾ കേൾക്കുകയില്ലായിരിക്കും, അത് മിണ്ടായിരിക്കാനൊക്കെ പറയുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവർക്ക് കിളിയാ കേട്ടോ. ഇവരെങ്ങനെയോട്ട് ശരിയാകത്തില്ല. എവിടെ നമ്മൾ കെട്ടിയിടണമെന്ന് തോന്നുന്നത് ആ അവസ്ഥയുണ്ട് ഇവർക്ക്. ഡയമെൻഷൻ എന്നൊക്കെ പറയാം. ഡയമെൻഷൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഡയമെൻഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. 2 ഡയമെൻഷൻ എന്നൊക്കെ പറയുന്നത്. 3 ആകുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. 4th ആകുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. 5th അങ്ങനെ സാധനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സയൻസ് പോലും പ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷേ ലെനയെ സംബന്ധിച്ചോളം അത് ഇൻ്റർനെറ്റാണ്. ഇങ്ങനൊരു കാര്യം പറയാനേ മറ്റേ നമ്മുടെ ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട്. കൊക്കക്കോളയുടെ കുപ്പി വന്ന് തലേ വീഴും. കുറേ ഗോത്രവർഗക്കാരായിട്ടുള്ള ആൾക്കാരിടയ്ക്ക് ആഫ്രിക്കയിലെവിടെയോ അവൻ തലേ വീഴുമ്പോൾ അവരിതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനം അത്. അവർക്കത് കാണാൻ ഭയങ്കര അത്ഭുതം. അവർക്ക് ദൈവമാകുമോ, എന്നാലും വലിയ മാരകായുമാകുമോ, അതുകൊണ്ട് വലിയ പുലിവാരം ഉണ്ടാവുകയൊക്കെ ചെയ്യും. ലെന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാളെ പോലെ ഇൻ്റർനെറ്റ് ഫിഫ്ത്ത് ഡയമെൻഷൻ ആണെന്നൊക്കെ പറയുമോ. എന്തോ ആടേ, നമ്മൾ ഇത്ര നാൾ ഇൻ്റർനെറ്റ് കണ്ടിട്ടുണ്ടോ? ഇന്നലെ വരെ ഇൻ്റർനെറ്റ് എവിടെയായിരുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ലെന ഒരു 10-20 വർഷം കൂടി ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ സാധനങ്ങളൊക്കെ അവിടെ കാണേണ്ടി വരും. അപ്പോൾ എന്തോ പറയും, അതിനെ വെച്ച് ഭൂമിക്കായിരിക്കും. എന്നാലും സമ്മതിക്കണം കേട്ടോ. എനിക്ക് ഈ ഓൺലൈൻ മീഡിയയുടെ ഒരു കാര്യം പറയാനുണ്ട്. കാര്യം ശരിയാണ്, നിങ്ങൾക്ക് റീച്ചൊക്കെ കിട്ടും. ഇങ്ങനെ കുറച്ച് ബുദ്ധികളെയും പൊട്ടന്മാരെയും കുറേ ഗുരുജികളെയും കുറേ ഊളത്തരമൊക്കെ പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ. പക്ഷേ നിങ്ങൾ സമൂഹത്തോട് ചെയ്യുന്നൊരു ദ്രോഹമാണിത്. പുതിയ തലമുറ ഇത് കേൾക്കത്തില്ലായിരിക്കും. പക്ഷേ ഓൾറെഡി വിഡ്ഢിയായിരിക്കുന്ന കുറച്ച് പഴയ ആൾക്കാരുണ്ട്. അവർ വീണ്ടും വിഡ്ഢിയായിട്ട് അത് വരുന്ന തലമുറയ്ക്ക് ഒരു വാരയാകും. അവരിതൊന്നും വിശ്വസിച്ചിരിക്കും. എന്തോ പറഞ്ഞാൽ കേൾക്കത്തുമില്ല, മനസ്സിലാകത്തുമില്ല, അനുസരിക്കത്തുമില്ല, ബുദ്ധിയും വിവരമില്ലാതെ ഇങ്ങനെ കിടന്ന് മറ്റുള്ളവർക്കൊരു വാരയാകും. അതേ ഇതുകൊണ്ട് നടക്കാനുള്ളൂ. ഉണ്ട